കടിച്ചു പരിക്കേൽപ്പിച്ച ആക്രമണകാരിയായ തെരുവുനായയെ പിടികൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഒലിയപ്പുറം പ്രദേശത്ത് 4 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. സിബി മാത്യു മൂർപ്പനാട്, തങ്കച്ചൻ മാഞ്ചുവട്ടിൽ, പൊന്നമ്മ സുരേന്ദ്രൻ വഴിനടയിൽ, രാജപ്പൻ മണിമലക്കുന്നേൽ എന്നിവരെ തെരുവുനായ ആക്രമിച്ചു കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റതിനെ തുടർന്ന് പ്രദേശവാസികൾ വാർഡ് മെമ്പർ നെവിൻ ജോർജിനെ പരാതി അറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പർ അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും അനുകൂല നടപടിയൊന്നും ഉണ്ടായില്ല. തുടർന്ന് മൂവാറ്റുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദയ എന്ന സന്നദ്ധ സംഘടനയുടെ ഭാരവാഹികളെ ബന്ധപ്പെടുകയും അവർ രാവിലെ തന്നെ എത്തി നായയെ പിടികൂടി കൊണ്ടുപോവുകയുമായിരുന്നു. ആക്രമണകാരിയായ നായയെ കൊണ്ടുപോയി വന്ധീകരിച്ച് ചികിത്സ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് വാർഡ് മെമ്പർ നെവിൻ ജോർജ് പറഞ്ഞു. 2 ദിവസക്കാലമായിട്ട് 4ഓളം ആളുകളെ ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുകയും പല ആളുകളും ചികിത്സ നേടുകയൊക്കെ ചെയ്തപ്പോൾ പരിസരവാസികൾ വളരെ ആശങ്കാകുലരായി ഈ വിവരം പറഞ്ഞപ്പോൾ നമ്മൾ അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും ഈ പറയുന്ന ABC പ്രോഗ്രാം ചെയ്യുന്ന മുളന്തുരുത്തിയിലടക്കം ക്യാച്ചറില്ല, സംവിധാനങ്ങളില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ദയ ഉൾപ്പെടെയുള്ള സംഘടനയുടെ അമ്പിളിച്ചേച്ചി കൃഷ്ണൻ അടക്കമുള്ള ആളുകളെ ബന്ധപ്പെട്ടപ്പോൾ അവർ വരികയും അപ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെ നായയെ ക്യാച്ച് ചെയ്യുകയും അതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം എത്രയും പെട്ടെന്ന് ഇതിനെ ABC പ്രോഗ്രാമിന് വിധേയമാക്കി ആ കുഞ്ഞുള്ളതിനെ അതിനെ ഒരു അഡോപ്റ്ററെ കണ്ടെത്തി നമുക്ക് അഡോപ്റ്ററെ കൊടുത്ത് ഇതാക്കിയതിന് ശേഷം അതിനെ തിരികെ ഇവിടെ തന്നെ കൊണ്ടുവിടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ. തെരുവ് നായ്ക്കൾ അനിയന്ത്രിതമായി പെറ്റുപെരുകുന്നത് തടയുന്നതിന് ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം ഫലപ്രദമായി നടപ്പിലാക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. വർഷവും നമ്മൾ ഗ്രാമപഞ്ചായത്തിന്റെ 50,000 രൂപ, കാരണം ഇതൊരു നിർബന്ധിത പ്രോജക്റ്റാക്കി മാറ്റിക്കൊണ്ട് തന്നെ എല്ലാ വർഷവും നമ്മൾ പൈസ മാറ്റിവെക്കാറുണ്ട്. എന്നാൽ അത് ഫലപ്രാപ്തിയിലേക്ക് വരുമ്പോൾ എത്രത്തോളം എത്തുന്നു എന്ന് നമുക്കും സംശയമുണ്ട്. എങ്കിൽ പോലും ഇനിയുള്ള സാഹചര്യങ്ങളിലും വർഷങ്ങളിലും ആയി കഴിഞ്ഞാൽ പോലും നമ്മൾ ഇതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അതുപോലെ തന്നെ എല്ലാ വർഷവും മാറ്റിവെക്കുന്ന രീതിയിൽ ഈ വർഷവും നമ്മൾ അതിന് അനുയോജ്യമായ രീതിയിൽ ഫണ്ട് ഞങ്ങൾ മാറ്റിവെക്കും. കഴിഞ്ഞ ആഴ്ചകളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള 6 നായ്ക്കുട്ടികളെ പഞ്ചായത്ത് അംഗം നെവിൻ ജോർജ് ഇടപെട്ട് വളർത്താൻ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തി അഡോപ്റ്റ് ചെയ്യിച്ചിരുന്നു. ദയ കോർഡിനേറ്റർ അമ്പിളി പുരയ്ക്കൽ, വോളണ്ടിയർ വിഷ്ണു വിശ്വനാഥ്, പഞ്ചായത്ത് അംഗങ്ങളായ നെവിൻ ജോർജ്, CV ജോയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നായയെ പിടിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയില് ആനിമൽ ബർത്ത് കൺട്രോൾ ഫോർ ഡോഗ്സിന് വേണ്ടിയിട്ട് 2 സെന്റർ തുടങ്ങിയിട്ടുണ്ട്. അത് ഒന്ന് മുളന്തുരുത്തിയിലും ഒന്ന് കോളഞ്ചേരിയിലുമാണ്. ആ 2 സെന്ററിലും ഈ നമ്മുടെ ജില്ലയിലെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ അതിന്റെ താഴെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും നായ്ക്കളെ വന്ധീകരിക്കാനുള്ള പദ്ധതിയാണ് അവർ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ പഞ്ചായത്തും അതിനു വേണ്ടിയിട്ട് ഫണ്ട് വെക്കുന്നുണ്ട് എല്ലാ വർഷവും. കാരണം ABCക്ക് വേണ്ടി ഫണ്ട് വെച്ചില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മറ്റ് പദ്ധതികൾ അംഗീകരിക്കില്ല. അപ്പൊ എല്ലാ പഞ്ചായത്തിലും കുറച്ചെങ്കിലും തുക, ആനിമൽസിന്റെ എണ്ണം എടുത്തിട്ടൊന്നും അല്ലെങ്കിൽ കൂടി കുറച്ചെങ്കിലും തുക വെക്കുന്നുണ്ട്. ആ തുക എല്ലാ വർഷവും വിനിയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ തെരുവിലെ നായ്ക്കളുടെ എണ്ണം ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം.